Good morning. ഞാൻ ഇന്ന് എൻ്റെ ബേർഡ്സിന് ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ സാധാരണ മിൻറ്റ് ലീഫ് മിക്സ് ചെയ്ത് എന്തെങ്കിലും ഒരു ലീഫ് മിക്സ് ചെയ്താണ് ഇവരുടെ ഫുഡിനകത്ത് കൊടുക്കുന്നത്. അപ്പം ഇന്ന് മിൻറ്റ് ലീഫ് എടുക്കാനായിട്ട് ഞാൻ ടെറസിലോട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ മിൻറ്റ് ലീഫിൻ്റെ ചെടി വെച്ചേക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഞാനിവിടെ സാധാരണ ടെറസിൽ വളർത്താറാണുള്ളത്. ഗ്രോ ചെയ്ത് ഞാനതൊരു കട്ടിങ്സ് ഒക്കെ എടുത്ത് ഗ്രോ ബാഗിനകത്തിലാക്കി വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് കട്ടിങ്സ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മിൻറ്റ് ലീഫിൻ്റെ ഗ്രോ ബാഗിനകത്തിൽ നട്ടേക്കുന്ന ചെടി. ഞാൻ സാധാരണ മിൻറ്റ് ലീഫ് ഞാനിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കട്ടിങ്സ് ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നട്ട് വെക്കാറുണ്ട് ഗ്രോ ബാഗിനകത്തിൽ. അത് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കി നമുക്ക് റൂട്ട് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ഇവിടെ വീട്ടിൽ ചെയ്യുന്നതെന്ന്. ഇത് നല്ല ഒരു തണ്ട് എന്നാണ് ഇത് കിളിത്തേക്കുന്നത്. ഞാൻ വെറുതെ നട്ടതാണ് ഇത് ഒരു തണ്ട്. അത് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടൊന്നുമില്ല. ഡയറക്റ്റ് ഞാൻ ഇങ്ങോട്ട് ചുമ്മാ കൊണ്ടങ്ങ് ഇട്ടതാണ്. ഇവിടെ ബേർഡ്സിന് ഫുഡ് കൊടുക്കാൻ വന്ന സമയത്ത് വെറുതെ ഇട്ടതാണ്. ഇപ്പം അതേന്ന് പൊട്ടി കിളുത്തതാണ് ഇത് മൊത്തം. ഇത് എങ്ങനെയാണ് ഞാനിവിടെ കിളിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ സാധാരണ മിൻറ്റ് ലീഫ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയും. ഫുള്ള് ഇലയും ഞാൻ കട്ട് ചെയ്ത് കളയും ലാസ്റ്റ് വരെ. ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ റൂട്ട്സ് ഉണ്ട്. മണ്ടേ അങ്ങ് വെട്ടും. ഇതിനകത്തിൽ ഓൾറെഡി ചെറിയ റൂട്ട്സ് ഉണ്ട്. കാണാമോന്ന് അറിയത്തില്ല. ചെറിയ ചെറിയ റൂട്ട്സ് ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ കട്ടിങ്സ് എടുത്ത് കുറേ ഇലകൾ മാറ്റി നമുക്ക് കട്ടിങ്സ് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്കൊരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കാം. ഇല്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് നടുകയും ചെയ്യാം. അങ്ങനെ ആണെങ്കിലും ഇത് കിളുക്കും. ചെറിയ ഒരു തണ്ട് മതി. നോട്ട്സ് ഉണ്ടാവണമെന്നുള്ളതേ ഉള്ളൂ, പൊട്ടിയ തണ്ടുകളൊന്നും എടുക്കാതെ. ബാക്കി അപ്പം നമുക്ക് ബേർഡ്സിന് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ഇത് എപ്പോഴും കടയിൽ പോയി വാങ്ങിക്കാതെ വീടിനകത്ത് തന്നെ ഇത് ഉണ്ടാക്കി കിളിപ്പിച്ചെടുക്കാനും പറ്റും. നമുക്ക് വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ ഗാർഡനിൽ ഇത് വളർത്തിയെടുക്കാനും പറ്റും. ഒറ്റ ഇതേ ഉള്ളൂ, ഇത് ചീഞ്ഞു പോകാതെ നോക്കണം. ഇത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് വെള്ളം ചേഞ്ച് ചെയ്യണം. ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ബോട്ടിലിനകത്ത് ഇങ്ങനെ ഒരു ബോട്ടിലിനകത്തിൽ ഇത് വെള്ളത്തിനകത്ത് ഇതിങ്ങനെ ഇട്ട് വെക്കണം. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 2 ദിവസം ഇതിന് കൂടുമ്പോൾ ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് റൂട്ട്സ് ഒക്കെ വരുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ ഇലകളെല്ലാം വെട്ടിക്കളഞ്ഞു. ഞാൻ ഇതുപോലെ ഒരു 3 ആഴ്ചക്ക് മുന്നേ ഇട്ട് വെച്ച ബോട്ടിലാണിത്. ഇതിൽ ചെറിയ ചെറിയ തളിരുകളൊക്കെ ഓൾറെഡി വന്നു. ചിലതൊക്കെ വാടിപ്പോകും. അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തുനിന്ന് നമുക്ക് എല്ലാം ഒന്നും നമുക്ക് കിളിപ്പിച്ച് വരണമെന്നില്ല. കാരണം ചിലപ്പം തണ്ട് ഒടിഞ്ഞു പോയതും ഞാൻ താഴെ വെച്ചേക്കുമായിരുന്നു. അപ്പം എൻ്റെ പൂച്ച ഇതിങ്ങനെ കിളുത്ത് വരുന്ന കാണുമ്പോഴേ ഇതൊക്കെ എടുത്ത് കടിച്ചു തിന്നും ഇവർ. അപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ സൂക്ഷിച്ച് വെക്കാമെങ്കിൽ ചിലപ്പം ഇതൊക്കെ രക്ഷപ്പെട്ട് കിട്ടും. ഞാനതപ്പം കാണിച്ചു തരാം. ഇതിൻ്റെ റൂട്ട്സ് വന്നേക്കുന്നത് കാണാമോ? ഇതിൻ്റെ റൂട്ട് കിളുത്ത് വന്നേക്കുന്നേ ഇങ്ങനെ ഈ റൂട്ടാകും. റൂട്ട്സ് ആയി കഴിഞ്ഞിട്ട് നമുക്കിത് പോട്ടിൽ എന്തെങ്കിലും ഗ്രോ ബാഗിനകത്തിലോ അല്ലെങ്കിൽ ചട്ടിക്കകത്തിലൊക്കെ ഇത് നടാം. ഇല്ല ഇത് കണ്ടോ, ഞാൻ ഇത് അങ്ങനെ നട്ടേക്കുന്നത്. ഇത് ഞാനൊരു ഗ്രോ ബാഗിനകത്തിലാണ് ഇത് നട്ടേക്കുന്നത്. ഇതല്ലാണ്ട് വലിയ ഒരു ചെടി ചട്ടിക്കകത്ത് നട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രമേ നടാവൂ. കാരണം ഈ സാധനം ഒരു വീട് പോലാണ്. ഇതിങ്ങനെ വട്ടത്തി ഇങ്ങനെ വേരേന്ന് പൊട്ടിയാണ് ഇത് കളിക്കുന്നത്. ഈ കമ്പേന്ന് മാത്രമുള്ളതാണ് ഈ ബ്രാഞ്ചസ് മൊത്തം. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ബ്രാഞ്ച് ജസ്റ്റ് ഈ മണ്ണിലോട്ട് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് മണ്ണും കൂടെ എടുത്ത് വെച്ചാൽ അത് അവിടുന്ന് റൂട്ട് കിളുത്ത് വരും. അങ്ങനെ ഞാൻ ഇതിൻ്റെ ബ്രാഞ്ച് ഇതുപോലെ താഴേന്ന് ഇങ്ങനെ പൊട്ടി കിളുത്ത് വന്നത് ഇവിടെ മണ്ണിലോട്ട് ഇങ്ങനെ വെച്ചതാണ്. ഇത് മണ്ണും കൂടെ കുറച്ച് വാരി ഇട്ടതാണ്. ഇതിൽ കിളുത്ത് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇത് എല്ലാ വേരേന്നും ഇതൊന്ന് കിളുത്ത് വരും. എല്ലാ നോട്ട്സേന്നുമാണ് ഇതിൽ റൂട്ട്സ് ഉണ്ടാകുന്നത്. അതായത് നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് ഇതെല്ലാം കട്ടിങ്സ് എടുത്ത് നമുക്ക് നട്ട് ചട്ടിക്കകത്തിലൊക്കെ ആക്കി വെക്കാൻ പറ്റും. ഇത് ഒറ്റ കുഴപ്പമുള്ള ഈ സാധനം, ഇത് വട്ടമായിട്ടാണ് ഇതിൻ്റെ റൂട്ട്സ് ഗ്രോ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ വട്ടത്തിലാണ്. ഇത് കറങ്ങിയാണ് ഇതിനകത്തുള്ള റൂട്ട്സ്. അപ്പം വേറൊരു പ്ലാന്റ്സിന്റെ കൂടെ ഒന്നും ഇതിനെ കൊണ്ട് നടരുത്. കാരണം ഇതൊരു വീട് പോലെ കിളിക്കും. മറ്റേ പ്ലാന്റിനെ കൊല്ലും. ഒരിക്കലും കിളുക്കുകയല്ല മറ്റേ പ്ലാന്റ്. ഇതുണ്ടോ, എല്ലാം ഈ പൊട്ടിക്കിളുത്ത് വന്നേക്കുന്നത് അങ്ങനെയാണ്. ഇതേന്ന് ഞാൻ ജസ്റ്റ് അതിൻ്റെ
2-3 ബ്രാഞ്ച് ഉണ്ടായി വന്നത് മണ്ണിലോട്ട് ഞാൻ താത്തി ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. അതാണ് ഇവിടുന്ന് ഇങ്ങനെ കിളുത്ത് വന്നേക്കുന്നത്. അപ്പൊ നമുക്കതെല്ലാം ഓരോ കട്ടിങ്സ് ആയിട്ടൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നട്ടതാണ് ഇത് കണ്ടോ, ഈ ഒരു കമ്പേ ഉള്ളതാണ് ഈ ചെടി. പക്ഷേ ഞാൻ ജസ്റ്റ് അതിൻ്റെ മണ്ണ് വേര് ഇങ്ങനെ ഒന്ന് മാറ്റി ബ്രാഞ്ച് മണ്ണിനകത്തോട്ടൊന്ന് ആക്കി കൊടുത്തതാണ് ഇതിങ്ങനെ ഈ കിളുത്ത് വന്നേക്കുന്നത്. ഇത് കണ്ടോ, അത് അതേന്ന് ഓരോ നോടേന്നും അത് വേരായിട്ട് അത് കിളുത്ത് വരും. ഇതിങ്ങനെ മണ്ണ് ഈ വേരിൻ്റെ മണ്ണിലോട്ട് ഇങ്ങനെ അമക്കി കൊടുത്ത് വെച്ചാൽ മതി. ഈ ബ്രാഞ്ച് ഇങ്ങനെ ഇരിക്കുന്ന ബ്രാഞ്ച് നമ്മൾ ഈ മണ്ണ് ഒന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തേച്ച് ഇതിങ്ങനെ വെച്ച് അതിൻ്റെ പുറത്ത് മണ്ണ് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇതേലും വേര് പിടിച്ചു വന്നോളും. നമുക്കത് വേണമെങ്കിൽ കട്ടിങ്സ് ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഗ്രോ ബാഗിനകത്ത് തന്നെ. എനിവേ ഞാനിത് കട്ട് ചെയ്താണ് ഇതേന്നാണ് ഞാൻ കട്ടിങ്സ് എടുത്ത് ഞാൻ എൻ്റെ ബേർഡ്സിനൊക്കെ കൊടുക്കുന്നത്. നമുക്ക് കറിക്കകത്തൊക്കെ യൂസ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ കീടനാശിനികളൊന്നും ഞാൻ ഇടാറില്ല, വളങ്ങൾ അങ്ങനെ ഇടേണ്ട കാര്യമൊന്നുമില്ല ഈ പുതിന ഇലയ്ക്ക്. അത് നന്നായിട്ട് കാട് പോലെ കിളുത്ത് വന്നോളും. അപ്പം ട്രൈ ചെയ്ത് നോക്കിയേ നിങ്ങൾ. ഞാൻ അതുപോലെ റൂട്ട് കട്ടിങ്സ് എടുത്ത് ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അങ്ങനെ കട്ടിങ്സ് ഒക്കെ എടുത്ത് കിളിപ്പിച്ച ഒരു ചെടിയാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതേലെ റൂട്ട്സ്. ഇത് ഈ ചട്ടിക്കകത്ത് ഇരുന്ന് അതങ്ങനെ നന്നായിട്ട് കിളുക്കത്തില്ല, കാരണം അതിന് സ്പേസ് ഇല്ല. ഞാൻ ചെറിയൊരു ചട്ടിക്കകത്തല്ലേ നട്ടേക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി മാറ്റി വേറൊരു വലിയ ഗ്രോ ബാഗിനകത്തിലോട്ട് നട്ടാൽ അത് അവിടെ നന്നായിട്ട് കിളുത്ത് വരും. ഞാൻ എൻ്റെ ഈ ഗ്രോ ബാഗിലാണ് ഞാൻ ഈ പുതിന കിളുത്തുന്നത്. അപ്പം അതൊരു കുഴി ഉണ്ടാക്കി അതിനകത്തോട്ട് ആ റൂട്ട്സ് ഉള്ള. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ വീട്ടിൽ തന്നെ പുതിന ഇതുപോലെ റൂട്ട് പിടിപ്പിച്ച് കിളിപ്പിക്കാൻ പറ്റും. അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട വരത്തില്ലല്ലോ, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് അതിൽ കൂടുതൽ യൂസ് ഉണ്ട്, കാരണം ഞാൻ ബേർഡ്സിന് ഇത് മോസ്റ്റ്ലി കൊടുക്കുന്നതുകൊണ്ട്. നിങ്ങൾക്ക് വീട്ടിലോട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ഇതുപോലെ റൂട്ട് പിടിപ്പിച്ചെടുത്ത് ഞാൻ നടാറുമുണ്ട്, ഇല്ലാണ്ട് ഡയറക്റ്റ് മണ്ണിൽ കുത്തി കിളിപ്പിക്കാറുമുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ബൈ ബൈ.